ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ അതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത പാൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലിന് 2.5 കപ്പ് മൈദ എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കപ്പളവ് നിർബന്ധമൊന്നുമില്ല. ഒരു ഗ്ലാസ്സിന് പാൽ അളന്നിട്ട് അതേ ഗ്ലാസ് തന്നെ 2.5 ഗ്ലാസ് പൊടി ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ പകുതി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് പാലിൽ അങ്ങനെ ചെയ്യാട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു പാകത്തിനാവും നമുക്ക് കിട്ടുക. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ. പക്ഷെ വെള്ളത്തിൽ കുഴച്ചിട്ട് ചെയ്യുന്നേക്കാളും ടേസ്റ്റ് ഇതുപോലെ പാല് ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യസ്തത നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മാവ് കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇതിലേക്കൊരു ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫെറ്റ ചീസാണ് ചേർക്കുന്നത് കേട്ടോ. ചീസ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഫെറ്റ ആകുമ്പോൾ നല്ല ഉപ്പുണ്ടാവും, അതുപോലെ തന്നെ നല്ല പുളി ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫെറ്റ ചീസ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫില്ലിംഗ് വെച്ചാൽ മതി കേട്ടോ. ചിക്കൻ്റെ ഫില്ലിങ്ങോ വെജിറ്റബിൾ ഫില്ലിങ്ങോ അല്ലെങ്കിൽ വെറുതെ ഉള്ളി ഒന്ന് നല്ല മസാലയൊക്കെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ലിംഗ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫെറ്റ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചീസ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചീസൊന്ന് ഉടച്ചിട്ട് ഉള്ളിയുടെയും മല്ലിയിലയുടെയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, നല്ല ഉപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് കുരുമുളകും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നിച്ച് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലകയിലോ പ്രസ്സിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചീസ് ഫില്ലിങ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ കുറേശ്ശെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ അടയൊക്കെ മടക്കിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി അതിൻ്റെ ആ ഒരു സൈഡൊക്കെ എന്തെങ്കിലും ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നല്ല ഭംഗിയിൽ നിൽക്കും. ഞാൻ ഡിസൈനൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ടുള്ള ഓയിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വലിയ പാനിലാണെങ്കിൽ കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കണില്ല കേട്ടോ, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഓയിലിന് കോരി മാറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചീസ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.